നമസ്കാരം. ഞാൻ VP ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ ഡിലൈറ്റ്സിന് വേണ്ടി. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വിശേഷത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ 6 മാസക്കാലത്തേക്ക് ഒരു പുതിയ മേൽശാന്തി ചുമതലയേറ്റിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു മേൽശാന്തിയുടെ സ്ഥാനമാറ്റം. പുതിയ മേൽശാന്തിയുടെ പേര് പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി എന്നാണ്. ഇതുവരെ മേൽശാന്തിയായിരുന്ന പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിക്ക് പകരമായിട്ടാണ് ശ്രീജിത്ത് നമ്പൂതിരി ഇന്നലെ രാത്രി ചുമതലയേറ്റത്. 6 മാസക്കാലം ഗുരുവായൂരപ്പനെ സേവിച്ച്, ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ താമസിച്ച്, ഗുരുവായൂരപ്പൻ്റെ പൂജ ചെയ്ത് ഇന്നലെ രാത്രി അത്താഴപൂജയും അത്താഴ ശിവേലിയും കഴിഞ്ഞ് കീഴ്ശാന്തിക്കാർ തൃപ്പുക നടത്തുന്നത് കണ്ട് ഗുരുവായൂരപ്പനോട് വിട ചൊല്ലിയിട്ട് പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ശ്രീലകത്ത് നിന്ന് പുറത്തിറങ്ങി. ശ്രീലകത്ത് നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് സ്ഥാനചിഹ്നമായിട്ടുള്ള മേശാന്തിയുടെ സ്ഥാനചിഹ്നം എന്ന് പറഞ്ഞാൽ താക്കോൽ കൂട്ടമാണ്. മേശാന്തി എപ്പോഴും മേശാന്തിയെ പ്രത്യേകം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അറിയുന്നത് ശ്രീകോവിലിൻ്റെ താക്കോൽ കൂട്ടം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലോ അരയിലോ ഉണ്ടാകും. അപ്പോൾ സ്ഥാനമൊഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണ ശ്രീലകത്തിൻ്റെ താക്കോൽ കൂട്ടം അദ്ദേഹം വെള്ളിക്കുടത്തിലാക്കി ശ്രീലകത്ത് നിന്ന് പുറത്തിറങ്ങി. സോപാനത്തിന് പുറത്തിറങ്ങിയിട്ട് ക്ഷേത്രത്തിന് ചുറ്റും പുതിയടത്ത് പിഷാരടി വിളക്ക് പിടിച്ച് ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത് നേരെ നമസ്കാര മണ്ഡപത്തിൽ വന്നു. നമസ്കാര മണ്ഡപത്തിൽ വന്നിട്ട് ഈ താക്കോൽ കൂട്ടം വച്ച വെള്ളിക്കുടം നമസ്കാര മണ്ഡപത്തിൽ വച്ച് ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി കുടുംബത്തിലെ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ അത് ഏൽപ്പിച്ച് അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ച് തിരിച്ചിറങ്ങി. ഇതോടുകൂടിയിട്ട് പുതിയ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നേരെ നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് അദ്ദേഹത്തിന് മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി ഈ താക്കോൽ കൂട്ടം അദ്ദേഹത്തെ വെള്ളിക്കുടത്തിൽ നിന്ന് എടുത്ത് ഏൽപ്പിച്ചു. അദ്ദേഹം നേരെ ശ്രീകോവിലിനകത്ത് കയറിയിട്ട് ഗർഭഗൃഹത്തിലേക്ക് പോയില്ല. ശ്രീകോവിലിനകത്ത് കയറിയിട്ട് മുഖമണ്ഡപത്തിൽ നിന്ന് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ച് തിരിച്ചിറങ്ങി. മേൽശാന്തിയുടെ ശിഷ്യന്മാർ ശ്രീകോവിലിൻ്റെ നട അടച്ചതോടു കൂടിയിട്ട് ഈ സ്ഥാനമാറ്റം ചടങ്ങ് പൂർത്തിയായി. ഇന്ന് ഒക്ടോബർ 1 തീയതി പുലർച്ചെ 2 മണിക്ക് മേൽശാന്തി മുറിയിൽ എണീറ്റ് അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യത്തിനായിട്ട് 2:50 കൂടിയിട്ട് ശ്രീകോവിലിനകത്ത് കയറി. ഒപ്പം ക്ഷേത്രം തന്ത്രി ഉണ്ടായിരുന്നു. തന്ത്രി അദ്ദേഹത്തിന് മന്ത്രോപദേശവും അതേപോലെ തന്നെ ഈ പൂജാവിധികളുടെ ഉപദേശവും എങ്ങനെയൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പുതിയ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഇന്നു മുതൽ 6 മാസക്കാലം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് ചുമതലയേറ്റു. ഈ മേൽശാന്തി ആയിക്കഴിഞ്ഞാൽ ഉള്ള സംഗതികൾ എന്തൊക്കെയാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആർക്കൊക്കെയാണ് മേൽശാന്തി ആവുവാൻ കഴിയുക, ഇത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ഇനി പരിശോധിക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം. ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം, ഇതിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാൻ അവകാശമുള്ളത് പെരുവനം, ശുഗപുരം നമ്പൂതിരി ഗ്രാമങ്ങളിൽ പെട്ടിട്ടുള്ള യാഗാധികാരമുള്ള നമ്പൂതിരിമാർക്കാണ്. അതായത് പണ്ട് പറയുന്നത് അഗ്നിഹോത്രവും ഭട്ടവൃത്തിയുമുള്ള നമ്പൂതിരിമാർക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാനുള്ള അവകാശമുള്ളത്. പണ്ട് ഇരിങ്ങാലക്കുട ഗ്രാമത്തിനും ഈ അവകാശം ഉണ്ടായിരുന്നു. പിന്നീട് അത് ഏതോ കാരണവശാൽ ഒഴിവാക്കിയതാണ്. അപ്പോൾ പെരുവനം, ശുഗപുരം ഗ്രാമങ്ങളിലെ യാഗം ചെയ്യാൻ അധികാരമുള്ള നമ്പൂതിരിമാർക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകാനായിട്ടുള്ള അർഹതയുള്ളത്. അങ്ങനെ മേൽശാന്തിയാകുന്നവരിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം അപേക്ഷ ക്ഷണിക്കും. ആ അപേക്ഷ ക്ഷണിച്ചതിന് ശേഷം അവരുമായിട്ട് ക്ഷേത്രം തന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഇവരുടെ പൂജാകാര്യങ്ങളിലുള്ള പ്രാവീണ്യം പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ദേവസ്വത്തിന് കൊടുക്കും. ദേവസ്വം ആ ലിസ്റ്റിൽ നിന്ന് ഇക്കുറി 55 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. 44 പേരാണ് അതിനകത്ത് യോഗ്യരായത്. ആ 44 പേരുടെ പേരുകൾ ഉച്ചപൂജയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്ന സമയത്ത് നമസ്കാര മണ്ഡപത്തിൽ വച്ച് തന്ത്രിയുടെയും ക്ഷേത്രം ഭരണാധികാരികളുടെയും സാന്നിധ്യത്തിൽ, ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെള്ളിക്കുടത്തിൽ ഈ പേരുകൾ വായിച്ച് നിക്ഷേപിക്കും. അതിനുശേഷം അതിൽ നിന്ന് നിലവിലുള്ള മേൽശാന്തിയാണ് നറുക്കെടുക്കുന്നത്. ആ നറുക്കെടുക്കുന്ന ആളെ പുതിയ മേൽശാന്തിയായിട്ട് നിയോഗിക്കും. ആ മേൽശാന്തിക്ക് 12 ദിവസത്തെ ഭജനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഇന്നലെ, അതായത് സെപ്റ്റംബർ 30 രാത്രി പുതിയ മേൽശാന്തിയായിട്ട് ചുമതലയേറ്റു.
ഇന്ന് മുതൽ 6 മാസക്കാലമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ മേൽശാന്തിയുടെ ചുമതല. മേൽശാന്തി ആവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഇന്നലെ ഇപ്പം മേൽശാന്തിയായിരുന്ന പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിക്ക് ഇനി ആ ശ്രീലകത്തേക്ക് കയറണമെങ്കിൽ ചുരുങ്ങിയത് 2 വർഷം കാത്തിരിക്കണം. 2 വർഷം കാത്തിരുന്നാലും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാലേ അതിന് സാധിക്കുകയുള്ളൂ. 2 വർഷം കഴിഞ്ഞാലേ ഇനി അദ്ദേഹത്തിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപേക്ഷിച്ച് കിട്ടിയാൽ മാത്രമേ ഇനി ആ ശ്രീലകത്തേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അപൂർവമായിട്ട് 1, 2, 3 ചിലർക്ക് അപൂർവം ചിലർക്ക് 4 തവണയൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയെ നിശ്ചയിച്ചിരുന്നത് സാമൂതിരി രാജാവാണ്. 1971 ഗുരുവായൂർ ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തതിന് ശേഷമാണ് അപേക്ഷകൾ വിളിച്ച് നറുക്കിട്ടെടുത്ത് മേൽശാന്തിയെ തീരുമാനിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിമാരായിട്ട് പലതവണ പലരും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഈ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയുടെ പുതുമന കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ അപേക്ഷിക്കുന്നതും ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഈ മേൽശാന്തിയാകാൻ അവസരം ലഭിക്കുന്നതും. 7 പ്രാവശ്യം അപേക്ഷിച്ചിട്ട് 8ാമത്തെ തവണയാണ് അദ്ദേഹത്തിന് മേൽശാന്തിയായിട്ടുള്ള അവസരം ലഭിക്കുന്നത്. നമുക്കറിയാം, മേൽശാന്തി എന്ന് പറഞ്ഞാൽ പണ്ടുകാലം മുതൽക്കേ മേൽശാന്തിമാർക്ക് ധാരാളം സമ്പത്ത് ലഭിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് മേൽശാന്തിമാരാകുന്നവരാണ് ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും നടത്തേണ്ടത്. മേൽശാന്തിമാരായിരുന്നു ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളുടെ ചെലവുകൾ പലതും വഹിക്കേണ്ടത് മേൽശാന്തിമാരായിരുന്നു പണ്ടുകാലത്ത്. പിന്നീട് അതിന് മാറ്റം വന്നു. 1916 കോന്തിമേനോൻ എന്ന് പറയുന്ന ആൾ മാനേജരായിരിക്കുന്ന സമയത്ത് കോർട്ട് ഓഫ് ആർട്സിൻ്റെ ഭരണകാലത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇംഗ്ലീഷുകാരാണ് മേൽശാന്തിക്ക് ശമ്പളം നിശ്ചയിച്ചത്. അന്ന് 150 രൂപയായിരുന്നു ശമ്പളം. അതിനുശേഷം മേൽശാന്തിക്ക് ശമ്പളമുണ്ട്, ദക്ഷിണയുണ്ട്, ധാരാളം വരുമാനമുണ്ട്. പക്ഷേ ധാരാളം വരുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മേൽശാന്തിയുടെ ജോലി എന്താണെന്ന് കേട്ടാലേ, മേൽശാന്തിയുടെ പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലായാലേ നമുക്കത് അറിയുള്ളൂ. പുലർച്ചെ 2 മണിക്ക് ഉണർന്ന് ക്ഷേത്രകുളത്തിൽ കുളിച്ച് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകവാതിൽ തുറക്കുന്നതും കാത്ത് 2:50 കാത്തു നിന്ന് ഗർഭഗൃഹം തുറന്ന് ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം നടത്തണം. നിർമ്മാല്യം നടത്തിയിട്ട് കണ്ണനെ കുളിപ്പിക്കണം, കണ്ണന് മാലകൾ ചാർത്തണം, കണ്ണന് തിലകം ചാർത്തണം, കണ്ണനെ ഊട്ടണം. അങ്ങനെ രാവിലെ നിർമ്മാല്യ ദർശനം മുതൽ കാലത്ത് ഉഷപ്പൂജ വരെ, മലർനിവേദ്യം കഴിയുന്നത് വരെ തുടർച്ചയായിട്ട് മേൽശാന്തി അകത്തുണ്ടാവും. അതിനുശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ, കുളപ്പുരം മാളികയോടനുബന്ധിച്ചിട്ടുള്ള മുറിയിൽ പോയി ലേശം വിശ്രമിക്കാം. വിശ്രമിച്ച് കഴിഞ്ഞ് വീണ്ടും കുളിച്ചു വരണം. പുറത്തിറങ്ങിയാൽ പിന്നെ വീണ്ടും കുളിച്ചു വരണം. അങ്ങനെ കുളിച്ചു വന്നാൽ മെതിയടി ഇട്ടിട്ടാണ് അദ്ദേഹം വരിക. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് മെതിയടി ഉപയോഗിക്കാൻ അവകാശമുള്ള ഏക ആളും മേൽശാന്തിയാണ്. കുളിച്ചു വന്നാൽ മെതിയടി ഇട്ട് നേരെ ക്ഷേത്രത്തിന് മുന്നിൽ വാതിൽ മാടത്തിലൂടെ അദ്ദേഹം അകത്ത് കിടക്കുന്നു. അതിനുശേഷം ഉച്ചപൂജ നട തുറന്നതിന് ശേഷമാണ് അദ്ദേഹം തീർത്ഥം സേവിക്കുക. അതായത് തലേ ദിവസം രാത്രി അത്താഴം കഴിച്ചിട്ടുള്ള മേൽശാന്തി ജലപാനം ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12:30, 1 മണി, 1:30 മണിയോട് കൂടിയിട്ടാണ് ഉച്ചപൂജ കഴിയണം. അതിനുശേഷം വീണ്ടും വൈകിട്ട് 3:30 നട തുറക്കണമെങ്കിൽ ആ സമയത്തെത്തണം, 4:30 ആ സമയത്തെത്തണം. ആ സമയത്തെത്തി ശിവേലിയാദി കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ വീണ്ടും മുറിയിലേക്ക് പോകാൻ കഴിയുന്നത് ദീപാരാധന കഴിയുന്ന സമയത്താണ്. വീണ്ടും മുറിയിലേക്ക് പോകാൻ കഴിയുന്നത്. അങ്ങനെ മുറിയിലേക്ക് പോയാൽ വീണ്ടും കുളിച്ചു വരണം. അതിനുശേഷം രാത്രി അത്താഴ ശിവേലി കഴിഞ്ഞിട്ട് വേണം മേൽശാന്തിക്ക് തിരിച്ച് മുറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ട് 11-11:30 കൂടിയിട്ട് മേൽശാന്തിക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ. 2 മണിക്ക് പുലർച്ചെ എണീക്കുകയും വേണം. ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിക്കണം. അപ്പോൾ രാവിലെ 2 മണിക്ക് എണീറ്റാൽ ജലപാനം നടത്തുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. പിന്നീട് ജലപാനം തീർത്ഥം സേവിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വ്രതം അവസാനിപ്പിക്കുക. അത്ര ദുഷ്കരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ പ്രവൃത്തി. അങ്ങനെ മേൽശാന്തിയാവാൻ ഭാഗ്യം ലഭിക്കുന്നത് അപൂർവ അവസരമാണ്. 6 മാസക്കാലം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകാതെ വേണം മേൽശാന്തിയായിട്ട് പൂജകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ചുമതല ഏറ്റുകഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി 6 മാസക്കാലത്തെ സമയമുണ്ട്. അതിനുശേഷം പുതിയ മേൽശാന്തിയെ ദേവസ്വം നിയോഗിക്കും. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി മാറ്റത്തിൻ്റെ കഥ. മേൽശാന്തി മാറ്റത്തിൻ്റെ ചടങ്ങ് ഇങ്ങനെയാണ്. മേൽശാന്തി മാറ്റത്തിന് പ്രധാനമായിട്ടും വേണ്ടത് ക്ഷേത്രത്തിൻ്റെ ഊരാളൻ വേണം, തന്ത്രി വേണം, നിലവിലുള്ള മേൽശാന്തി വേണം, ഇപ്പോഴത്തെ മേൽശാന്തി വേണം, ദേവസ്വം അധികാരികൾ വേണം. അതേപോലെ തന്നെ ക്ഷേത്രത്തിന് ഈ 2 മേൽശാന്തിമാരുടെയും ബന്ധുക്കളും ഉണ്ടാവും. സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തിയെ ഗുരുവായൂർ ദേവസ്വം
അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് കൊണ്ടാക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതും ഇന്നലെ രാത്രി കഴിഞ്ഞു. പുതിയ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഗുരുവായൂരപ്പനെ കൂടുതൽ നന്നായി അലങ്കരിച്ച് കൂടുതൽ ഭംഗിയോടെ പൂജകൾ ചെയ്ത് അദ്ദേഹം ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്ന മിടുക്കനായ മേൽശാന്തിയായിട്ട് മാറട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൃഷ്ണാർപ്പണം.